ഹലോ, അപ്പം നമ്മൾ ഇന്നൊരു ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ. അപ്പം എന്നോട് പലരും ആവശ്യപ്പെട്ടിട്ടാണ് നമ്മുടെ നെക്കയിൽ ഫ്രില്ലിട്ട ഒരു ഫ്രോക്ക് നൈറ്റി എങ്ങനെ വെട്ടാമെന്നാണ് നമ്മളത് നോക്കണത്. അപ്പം നമുക്ക് ഫ്രോക്ക് നൈറ്റ് വെട്ടിയാലോ? അപ്പം തുണി മടക്കിയേക്കണം എങ്ങനെയാണെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. തുണി ഞാൻ 4 മടക്കി ഇട്ടിട്ടുണ്ട്. ആദ്യം കണ്ടോ, ഈ നീളത്തിന് ഇങ്ങനെ 2 മടക്കി. അതിനുശേഷം ഇതിന് ഇതുപോലെ മടക്കി കണ്ട. അപ്പം അങ്ങനെ 4 മടക്കിയാണ് ഇട്ടേക്കണത്. അപ്പം ആ രീതിയിലാണ് ഞാനിപ്പോൾ ഈ തുണി മടക്കിയിട്ടേക്കണത്. ഈ തുണി കണ്ട, ഇതെല്ലാം ഓപ്പൺ ഭാഗമാണ്. പിന്നെ ഞാൻ ഈ മുകളിൽ വന്നതെല്ലാം ഓപ്പൺ ഭാഗമാണ്. കാരണം ഓപ്പൺ ഭാഗം വന്നതാണ് നല്ലത്. അടിയിലേക്ക് നമുക്ക് ഫ്രില്ലിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ എടുക്കാൻ സുഖം ഇങ്ങനെയാണ്. അപ്പം ഓപ്പൺ അല്ലാത്ത ഭാഗമാണ് കണ്ട താഴേക്ക് വന്നേക്കണത്. അപ്പം ഫ്രണ്ടിൽ ഈ മുകളിലും ഓപ്പൺ ആണ്, സൈഡിലും ഓപ്പൺ ആണ്, ഇവിടെ ഓപ്പൺ അല്ല കേട്ടാ. അപ്പം നമുക്ക് ഇനി കട്ട് ചെയ്താലോ? മനസ്സിലായില്ലേ മടക്കണത് എങ്ങനെയാണെന്ന്? അതേ നമ്മൾ എടുക്കണത് ഇറക്കമാണ്. ഇറക്കം എടുത്തതിന് ശേഷം നമുക്ക് എത്ര ഇറക്കം വേണോ അത് എടുക്കുക. അപ്പം ചുരിദാറിൻ്റെ ഇറക്കം മതി. എൻ്റെ ചുരിദാർ എന്ന് പറയുമ്പോൾ 45 ഇഞ്ച് ഇറക്കമുണ്ട് കേട്ടാ. അപ്പം അതനുസരിച്ച് നിങ്ങളുടെ ഇറക്കം എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് എടുക്കുക. അതിൽ നിന്നും നമ്മുടെ ഫ്ലീറ്റിന് വേണ്ടിയുള്ളത് കുറച്ചെടുക്കണം. അപ്പം ഞാൻ എടുക്കണത് 45 ഇഞ്ചാണ് എനിക്ക് ഫുള്ളായിട്ട് ഇറക്കം വേണ്ടത് കേട്ടോ. അത് ഞാൻ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കണുണ്ട്. 45 ഇഞ്ച്. ഇറക്കിയിട്ട് 2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് നമുക്ക് ഇടണം. അപ്പം ഞാൻ ചെയ്യണത് ഇപ്പം ഇതാണ് അടയാളപ്പെടുത്താൻ. അപ്പം എനിക്ക് വേണ്ട ഇറക്കം 45 ഇഞ്ചാണ് ഫുള്ളായിട്ടുള്ള ഇറക്കം വേണ്ടത്. അതിന് എനിക്കപ്പം ഞാൻ എടുക്കണത് 40 ഇഞ്ചേ എടുക്കണുള്ളൂ. 40 ഇഞ്ച് എടുത്തതിന് ശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 41 ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ആ 41 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി. ഇനി ഞാൻ ചെയ്യണത് നമ്മുടെ ഷോൾഡറിൻ്റെ അളവാണ്. അപ്പം എനിക്ക് 13 ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ 6.5 ഇഞ്ച് നമ്മുടെ ഷോൾഡറിൻ്റെ അളവും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 7 ഇഞ്ച് എടുത്തു കേട്ടോ. ഇനി 6.5 എൻ്റെ കൈയുടെ ഇറക്കം, അതായത് ആം ഹോള്. അപ്പം ഞാൻ അത് 7 എടുക്കുന്നുണ്ട്. കാരണം ഞാൻ തയ്യൽ തുമ്പിൽ നിന്നാണ് ഇത് അടയാളപ്പെടുത്തണം, മുകളിൽ നിന്നാണ് അടയാളപ്പെടുത്തണം. അപ്പം ഞാനത് 7 എടുക്കണം. പിന്നെ ഫ്രോക്ക് നൈറ്റി അല്ലേ, ഇച്ചിരി ഇടം നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഇവിടെ 7 ഉണ്ടാന്ന് നോക്കുക, കറക്റ്റിന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ കൈക്കുഴിക്ക് വ്യത്യാസം വരും. അതിനുശേഷം നമ്മുടെ വണ്ണത്തിൻ്റെ 4/1 ഭാഗമാണ്, അത് എത്രയാണോ അതെടുക്കുക. അപ്പം ഞാൻ ഇവിടെ 4/1 ഭാഗം, നമ്മുടെ വണ്ണത്തിൻ്റെ 4/1 ഭാഗം ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് എടുക്കുക കേട്ടോ. 4/1 ഭാഗം ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ലൂസ് വേണമെങ്കിൽ 1/2 ഇഞ്ച് ലൂസ് ഇടണം കേട്ടോ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഏറ്റവും മുകളിൽ നിന്നും താഴേക്ക് ഒരു 13.5 ഇഞ്ച് അടയാളപ്പെടുത്തും. 13.5 അല്ല, 9.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പം മുകളിൽ നിന്നായതുകൊണ്ട് ഞാൻ 10 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. കാരണം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. ഇവിടെ വരുമ്പോൾ ഇത് നമ്മുടെ നിബിൾ പോയലിൻ്റെ വണ്ണമാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ എനിക്ക് 1 ഇഞ്ച് കൂടുതൽ വേണം. അപ്പം ഞാൻ അതിവിടെ ഇട്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ 11 വരച്ചത്, ഇപ്പം ഞാൻ 12 വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതും ഇവിടെ വരച്ചു. അവിടുത്തെ തയ്യൽ തുമ്പും ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഷേപ്പിൻ്റെ ഇറക്കം വേണം. അപ്പം ഷേപ്പിൻ്റെ ഇറക്കം എനിക്ക് 13.5 ഇഞ്ചാണ്. മുകളിൽ നിന്ന് പിടിക്കണതുകൊണ്ട് 13.5 ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അവിടെ എനിക്ക് എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തണം. അപ്പം ഞാൻ അതിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ണത്തിൻ്റെ 4/1 ഭാഗം ഷേപ്പിൻ്റെ വണ്ണം നിങ്ങളിവിടെ അടയാളപ്പെടുത്തുക, തയ്യൽ തുമ്പിടുക. ഇത്രത്തേല് നമുക്ക് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കണം. അപ്പം ഞാൻ നമ്മുടെ 41 ഉണ്ടല്ലോ, ഒന്നും കൂടെ ഇങ്ങോട്ട് നീക്കി വരക്കണേ കേട്ടോ. ഒന്ന് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന്
ഈ 41 ഞാൻ താഴേക്ക് ഒന്ന് നീട്ടി വരക്കണേ, എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. ഇതെല്ലാം നമുക്കൊന്ന് വരച്ചെടുക്കാം. നിങ്ങൾക്ക് ചുരിദാർ സിഫ്റ്റ് വരാൻ വരച്ചിട്ട് ഷേപ്പ് ചെയ്തെടുത്താലും മതി. പിന്നെ ഇച്ചിരി ലൂസിൽ തന്നെ കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷേപ്പിൻ്റെ അവിടെ നിന്നുണ്ടല്ലോ ഇത് നമുക്ക് എത്രത്തോളം കിട്ടും അങ്ങനെ കൊണ്ടുവന്ന് അറ്റത്തോട്ടൊന്ന് വരച്ചെടുത്താലും മതി. കണ്ട ഒരു ലൈൻ കുർത്തയുടെ ഒരു മോഡലാണ് വരണത് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ താഴെ ഭാഗം കാണാൻ പറ്റണുണ്ടാന്നറിയില്ല, ഏറ്റവും താഴെ ഭാഗം മുകളിലോട്ട്, അറ്റത്തുനിന്ന് മുകളിലോട്ട് ഒരു 1.5 ഇഞ്ചാക്കിയിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കണ്ട അതേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ആം ഹോളിൻ്റെ ഷേപ്പ് വേണ്ടേ, അതൊന്ന് വരച്ചെടുക്കണം. അതെങ്ങനെയാണ് ഒന്ന് വരച്ചെടുക്കണമെന്ന് നോക്കിയാലോ. അപ്പം ഇതിൻ്റെ നേർപകുതി എത്രയാണോ അത് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി എടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇതിലേക്ക് മുട്ടിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ആക്കി എടുക്കുക. കണ്ട ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ വരച്ചത് നമ്മൾ കട്ട് ചെയ്തെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടതേ ഈ അടിഭാഗമാണ് ഞാൻ ഷേപ്പ് ചെയ്ത് 1 ഇഞ്ച് മുകളിലോട്ട് ആക്കിയിട്ട് ഇവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ എടുത്തേക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അതങ്ങനെ അപ്പോൾ അതെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ കട്ട് ചെയ്ത്. നെക്ക് നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യാം കേട്ടോ. ബാക്ക് നമുക്ക് ക്യാൻവാസ് വേണ്ട, ഫ്രണ്ട് നമുക്ക് ക്യാൻവാസ് വേണം. ബാക്ക് കഴുത്ത് ഞാനൊന്ന് എടുക്കട്ടെ കേട്ടോ. ഫ്രണ്ട് മാറ്റി നമുക്കൊന്ന് ബാക്ക് എടുക്കാം. അപ്പോൾ അതെ ആം ഹോളൊന്ന് ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ചു വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് നെക്കൊന്നിടാം. ബാക്ക് നെക്കിൻ്റെ അകലം നിങ്ങൾക്ക് എത്ര വേണോ അതിടുക. അപ്പം ഞാൻ ഇവിടെ 2.5 എടുക്കണത്. അപ്പം നമുക്ക് തയ്ച്ച് വരുമ്പോൾ 3 ഇഞ്ച് കിട്ടും. അതുപോലെ തന്നെ ഇറക്കം 4.5 5 എടുക്കണത്. തയ്ച്ച് വരുമ്പോൾ ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകുമല്ലോ, അപ്പം നമുക്ക് 4.5 കിട്ടും. അതിന് ഇതുപോലെ ഒരു ചെറിയ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കഴുത്ത് നിങ്ങളൊന്ന് ഡിസൈൻ ചെയ്തൊന്ന് വരച്ചെടുക്കുക. അപ്പം ഞാൻ ഇങ്ങനെ ഇതുപോലത്തെ ഒരു യു ആണ് കേട്ടോ. നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള തുണി ഇതാണ് കേട്ടോ. അതെ കണ്ടോ, ഇതാണ് നമുക്ക് ബാക്കിയുള്ള തുണി. അപ്പം നമുക്ക് അടിയിൽ ഫ്രില്ലിടാനുള്ള എടുക്കണ്ടേ. അപ്പം അതൊന്ന് ഇതേപോലെ 2 ആക്കി ഒന്ന് മടക്കി വയ്ക്കുക. മടക്കി എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇനി നമ്മുടെ ഇറക്കം നമ്മൾ എത്രയാണ് ഫ്രില്ലിന് ഇറക്കം വേണ്ടത്? നമുക്ക് 45 അല്ലേ, നമ്മൾ 40 എടുത്തത്. അപ്പം 45 ആകുമ്പോഴത്തേക്ക് 5 ഇഞ്ച് എടുക്കണം. 1 ഇഞ്ച് തയ്യൽ തുമ്പും വേണം. അങ്ങനെ ഞാൻ 5ന് 6 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിലും മടക്കി അടിക്കാൻ വേണം, താഴെ മടക്കി അടിക്കാൻ വേണം കേട്ടോ. അപ്പം ഞാനങ്ങനെ 6 എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ 2 പീസ് എടുക്കണ്ടേ. 2 പീസ് പോരാ, 3 പീസ് വേണം. അപ്പം ഞാൻ 3 പീസും ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ. അപ്പം 3 പീസും നമുക്ക് 6 ഇഞ്ചിൻ്റെ 3 പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്ലീറ്റ് ഇടാനുള്ളതാണ്. ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഫ്രോക്ക് നൈറ്റ് കട്ടിങ് കഴിഞ്ഞു. ഇതിൽ ഒരു വീഡിയോ എനിക്ക് കിട്ടിയില്ല കേട്ടോ, സ്ലീവ് കട്ട് ചെയ്യണത്. അപ്പം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യണ പല വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കണം കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും.